ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടഫ് ടോക്സ്. 2024 ആദ്യമായിട്ട് ചരിത്രം തിരുത്തിക്കുറിച്ച് ഒരു മലയാള ഏപ്പടം 100 കോടി ക്ലബിൽ കയറി. ഈ സിനിമയുടെ പ്രശസ്തി കേരളം, തമിഴ്നാട്, കർണാടകയിലും നിൽക്കാതെ നോർത്ത് ഇന്ത്യ വരെ പോയി. നോർത്ത് ഇന്ത്യയിലും നിൽക്കാതെ ഇന്ത്യയുടെ പുറത്തുള്ള ഫോറിൻ ലാംഗ്വേജസിൽ റിലീസ് ചെയ്ത് വിജയിച്ച ഒരു സിനിമ. അത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹനീഫ് അദീനി കഥ തിരക്കഥ സംവിധാനം ചെയ്ത്, പുള്ളിക്കാരൻ തന്നെ ഡയറക്റ്റ് ചെയ്ത്, ഷെരീഫ് മുഹമ്മദും ഉണ്ണി മൂന്തനും പ്രൊഡ്യൂസ് ചെയ്ത്, ഉണ്ണി മൂന്തൻ അതിന്റെ നായകൻ അല്ലെങ്കിൽ ലീഡ് റോൾ ചെയ്ത് 1 കോടി രൂപയിൽ കൂടുതൽ കളക്ട് ചെയ്ത് ഹിറ്റ് അടിച്ച ആദ്യത്തെ മലയാള പടത്തിനെ കുറിച്ചാണ്. അത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാർക്കോയെ കുറിച്ചാണ്. സാറിന് ഓർപ്പുണ്ടോ, അവരെന്റെ ശത്രുക്കളാണ്. ഈ സിനിമ അതായത് മാർക്കോ കഴിഞ്ഞ വർഷം ഡിസംബർ 2024 റിലീസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് OTT 2025 ഫെബ്രുവരി 14 വരുന്നതാണ് കടന്നിരുന്നത്. OTT വരുന്നത്, പക്ഷെ ഒരു ദിവസം മുമ്പ് തന്നെ OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരുന്നു. അപ്പൊ ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൻ ആക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കുന്നുണ്ടെങ്കിൽ, ഉണ്ണി മൂന്തൻ ഉണ്ട് സ്റ്റാർ ആയിട്ട്. മാർക്കോ ആയിട്ടാണ് ഉണ്ണി മൂന്തൻ വരുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നോക്കുന്നുണ്ടെങ്കിൽ സിദ്ദിഖ് ഉണ്ട്, മാർക്കോയുടെ ചേട്ടനായിട്ടാണ് സിദ്ദിഖ് വരുന്നത്. ജഗദീഷ് ഉണ്ട്, അഭിമന്യു ഉണ്ട്, അതായത് ഷമി തിലകന്റെ മകനാണ്. ഇഷാൻ ഷൗക്കത്ത് ഉണ്ട്, കബീർ ദുവാൻ സിംഗ് ഉണ്ട്, അജിത് കോശി, അർജുൻ നന്ദകുമാർ, ആൻസൺ പോൾ, ദിനേശ് പ്രഭാകർ, ശ്രീജിത് രവി, എക്സെട്രാ എക്സെട്രാ എക്സെട്രാ. അപ്പൊ ഇപ്പൊ പറഞ്ഞ ക്യാരക്ടേഴ്സ് അല്ല തന്നെ കുറച്ചധികം ക്യാരക്ടേഴ്സും കൂടെ ഉണ്ട് ഈ ഒരു സിനിമയിൽ. സിനിമ എങ്ങനെ തുടങ്ങുന്നു എന്ന് വെച്ചാൽ, ഇഷാൻ ഷൗക്കത്ത് ചെയ്യുന്ന വിക്ടർ എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ കൂട്ടുകാരൻ കൊല്ലപ്പെടുകയാണ്. വിക്ടർ, അതായത് ഇഷാൻ ഷൗക്കത്ത് ഈ ഒരു ക്യാരക്ടറാണ് സാക്ഷിയാവുന്നത്. വിക്ടർ എന്ന് പറയുന്ന ക്യാരക്ടർ കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആണ്. അപ്പൊ പക്ഷെ പുള്ളിക്കാരൻ കുറച്ച് സ്മാർട്ട് ആയതുകൊണ്ട് തന്നെ ഹിയറിംഗ്, അതുപോലെ തന്നെ ടച്ച്, സ്മെൽ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് കൊലപാതകയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ പോലീസിന്റെ കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഇത്രയും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ, ഈ കൂട്ടുകാരനെ കൊന്ന ആൾക്കാര് വിക്ടറിനെയും കൊല്ലുകയാണ്. വിക്ടർ എന്ന് പറയുന്നത് ഉണ്ണി മൂന്നന്റെ അനിയനാണ്. അതായത് ഉണ്ണി മൂന്തന്റെയും ജോർജ് പീറ്റർ, അതായത് സിദ്ദിഖ് എന്ന ക്യാരക്ടറിന്റെ പേരാണ് ജോർജ് പീറ്റർ, ഇവർ രണ്ടുപേരുടെയും അനിയനാണ്. ഉണ്ണി മൂന്തന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഉണ്ണി മൂന്തന്റെ, അതായത് മാർക്കോ എന്ന് പറയുന്ന ക്യാരക്ടർ ഇറ്റലിയിലാണ്. ഈ ഒരു മരണം അറിഞ്ഞിട്ടാണെങ്കിൽ ഉണ്ണി മൂന്തൻ തിരിച്ച് നാട്ടിലോട്ട് വരികയാണ്. നാട്ടിലോട്ട് വന്നിട്ട് ഇതാരാണ് കൊലപാതകം ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കും എന്ന ഒരു പ്രതിജ്ഞ എടുക്കുകയാണ്. അത് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു സിനിമയുടെ സ്റ്റാർട്ടിങ്. ഇപ്പൊ ഈ സിദ്ദിഖ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ, അതുപോലെ തന്നെ സിദ്ദിഖിന്റെ കൂടെ തന്നെ ഉള്ളതാണ് ജഗദീഷിന്റെ ഒരു ക്യാരക്ടർ. ഇവരൊരു സിൻഡിക്കേറ്റ് ആണ്, ഗോൾഡ് സ്മഗ്ലിംഗ് ഒരു സിൻഡിക്കേറ്റ് ആണ് ഇവരുടെ. അതിന്റെ പാർട്ടാണ് സിദ്ദിഖ്, അതായത് ജോർജ് പീറ്റർ എന്ന് പറയുന്ന ക്യാരക്ടറും. ഫാമിലി ബിസിനസ് ഉണ്ടായിരുന്നു ഇവർക്ക്, ഗോൾഡിന്റെ തന്നെ ബിസിനസ് ഒക്കെ ഉണ്ട്. അതിന്റെ ഉൾപ്പെടെ സ്മഗ്ലിംഗും ബാക്കി കാര്യങ്ങളും ചെറിയ ഗുണ്ടായിസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ. ഇതിന്റെ മെയിൻ വില്ലനായിട്ട് വരുന്നതാണ് അഭിമന്യു, അതായത് അഭിമന്യു ഷമി തിലകൻ ചെയ്യുന്ന ആ ഒരു ക്യാരക്ടർ. റസൽ എന്നാണ് ഒരു ക്യാരക്ടറിന്റെ പേര്, ജഗദീഷിന്റെ മകനായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള ക്ലാഷ് അതെങ്ങനെ കലാശിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സിനിമ. വളരെ നല്ലൊരു സ്റ്റോറി ലൈൻ, പക്ഷെ അത്ര നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ ഇത്രയും വലിയൊരു ഹിറ്റ് അടിച്ചെങ്കിലും ഗംഭീര പടം എന്ന് മിക്ക ആൾക്കാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും വലിയൊരു ഗംഭീര പടം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. മീ ആസ് എൻ ഓഡിയൻ, ഓരോ ക്യാരക്ടേഴ്സിന്റെ മൈക്രോ എക്സ്പ്രഷൻസ്, ഓരോ സിറ്റുവേഷനിൽ അവർ ബിഹേവ് ചെയ്യുന്ന രീതിയൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലോജിക്കൽ സെൻസിൽ അവർ എങ്ങനെ ബിഹേവ് ചെയ്യും, ഓരോ ക്യാരക്ടേഴ്സ് എന്താണ് എന്ന് ആദ്യമേ കാണിച്ചിട്ട് ആ രീതിയിൽ തന്നെ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു കൺവിൻസിങ് രീതിയിലോട്ട് വരുന്നത്. ഏതൊരു കഥയാണെങ്കിലും ശരി. ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നതിന്റെ ഫൈറ്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആക്ഷൻ ആണെങ്കിൽ, ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ആ ഒരു പോർഷൻ വെച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ആക്ടിങ് ആണ്. ചില സ്ഥലങ്ങളിൽ മിക്കവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ടാവും, ചില സ്ഥലങ്ങളിൽ അത്ര പോരാൻ തോന്നും. ഈ സിനിമയിൽ ഒരുവിധം ആരെ നോക്കുന്നുണ്ടെങ്കിലും ശരി, ഏതൊരു ക്യാരക്ടർ നോക്കുന്നെങ്കിലും ശരി, ചില സ്ഥലങ്ങളിലെങ്കിലും അവർ ക്യാരക്ടർ അല്ല, ദിസ് ഇസ് സംവൺ എൽസ് എന്ന് തോന്നുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഉണ്ണി മൂന്തൻ ആണെങ്കിലും ശരി, സിദ്ദിഖ് ആണെങ്കിലും ശരി, ജഗദീഷ് ആണെങ്കിലും ശരി, ചിലയിടത്ത് നമുക്ക് ഗംഭീരം എന്ന് തോന്നുന്ന ഒത്തിരി. ഇപ്പൊ പറഞ്ഞ പോലെ ഇഷാന്റെ തന്നെ ഒരു ക്യാരക്ടർ, ബ്ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തന്നെ അഭിനയിച്ചിടത്ത് ഗംഭീരമാണ്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഈ ഒരു ക്യാരക്ടർ വിട്ട് വേറെ ഏതോ ഒരാളായിട്ട് ബിഹേവ് ചെയ്യുന്ന മാതിരി ഡയലോഗ് ഡെലിവറി ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിന്റെ അകത്തുള്ള ചില ഡയലോഗ്സ് ഒക്കെ തന്നെ കഞ്ഞെടുക്കട്ടെ മാണിക്ക എന്ന് ചോദിക്കുന്ന ആ ഒരു ഒടിയനിലെ ആ ഒരു ഡയലോഗ് പോലെ അസ്ഥാനത്ത് പറയുന്ന മാതിരി തോന്നിയിട്ടുണ്ട്. അത് പറയേണ്ട ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ മാസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞ പോലെ ചില ഡയലോഗ്സ് ഉണ്ട്. അതിലൊരു ഡയലോഗ് എനിക്ക് ഓർമ്മയില്ല ഏതാണ്, ഗംഭീരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ലൊരു പഞ്ച് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഇതിൻ്റെ അകത്ത് പറയുന്ന മിക്ക ഒരു മാസ് ഡയലോഗിനും ആ ഒരു മാസ് ഫീല് കൊടുക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്ന ഒരു രീതി അല്ലാതെ കൺവിൻസിങ് രീതിയിൽ വന്നിട്ടില്ല. ഉണ്ണി മുന്തന്റെ ആണെങ്കിലും ശരി, സിഗാർ സ്മോക്ക് ചെയ്യുന്ന ഒരുപാട് സീൻസ് ഉണ്ട്. ചുമ്മാ ഇരുന്ന് പട്ടാന്നും പറഞ്ഞ് സിഗാർ വലിച്ചു തള്ളുകയാണ്, കുമാന്നും പറഞ്ഞ് വലിച്ചു തള്ളുകയാണ് സിഗാർ. അപ്പൊ അതില് ഒരു ആവശ്യമില്ലാതെ അത് കാണിക്കാൻ നമുക്ക് ജെന്യുവൻ ആയിട്ട് തോന്നും. ഓക്കെ, ഈ പുള്ളിക്കാരൻ അത്രയും അഡിക്റ്റഡ് ആണ് ടുവേർഡ്സ് സിഗാർ അല്ലെങ്കിൽ സ്മോക്ക് എന്ന് പറയുന്ന ഒരു സാധനത്തുമായിട്ട്.
അതല്ലാതെ കാണിക്കാൻ വേണ്ടി സിഗാർ എടുത്ത് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി വലിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതൊരു കൺവിൻസിങ് രീതിയിൽ വന്നിട്ടില്ല. ഇപ്പൊ പറഞ്ഞ ജസ്റ്റ് ചെറിയൊരു കാര്യം മാത്രമാണ് ഈ ഒരു സിനിമയിൽ. ഇതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു സിനിമയിൽ പെർഫെക്റ്റ് ആയിട്ട് വരാതെ പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെറിയ ചെറിയ കല്ലുകടികളാണ്. ഈ ഒരു സിനിമ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്ത് തുടങ്ങുന്നത് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ്. ഫസ്റ്റ് ഹാഫ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു 5 to 10 മിനിറ്റ്സിന്റെ അകത്ത് തന്നെ നമുക്ക് കാണുമ്പോഴത്തേനും മനസ്സിലായി ഇത് എങ്ങോട്ടാണ് പോകുന്നത്. അതായത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, ഓരോ ക്യാരക്ടേഴ്സിന് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത പോലെ, എന്താണ് ഒരു ക്യാരക്ടർ, ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യുക എന്ന് തോന്നുന്ന രീതിയിൽ കൺവിൻസിങ് രീതിയിൽ വന്നിട്ടില്ല. ചിലയിടത്ത് ഞാൻ പറഞ്ഞ മാതിരി ഗംഭീരം, ചിലയിടത്ത് അത്ര കൺവിൻസിങ് അല്ലാതെ വേറെ ഏതോ ഒരു ക്യാരക്ടർ കാണിക്കുന്ന മാതിരി, വേറെ ഏതോ ഒരു ക്യാരക്ടറാണ് സ്ക്രീനിൽ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ ഇൻസ്റ്റൻസസ് ഉണ്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെ. അതായത് ഈ ഒരു ഇഷാൻ എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരൻ പെർഫ്യൂം മേക്കിംഗ് ഒക്കെയാണ്. അപ്പം മണക്കുന്നതൊക്കെ അത് ഒരുമാതിരി പട്ടി മണക്കുന്ന പോലെയൊക്കെയാണ് മണക്കുന്നത്. അതൊരു ജെന്യൂനിറ്റി, അതായത് ഒരു ഗുണ്ടയുടെ അടുത്ത് അല്ലെങ്കിൽ ആരാണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ഇത്രയും എഫേർട്ടൊക്കെ അവിടെ ഇടേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് സട്ടിലായിട്ട് കാണിക്കാനുള്ള ചില സാധനങ്ങളൊക്കെ അത്രയ്ക്ക് സട്ടിൽ അല്ലാതെ കുറച്ച് ഓവറായിട്ട് കാണിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കുറേ കാര്യങ്ങൾ. അതിന്റെ ഒരു കാരണം ബഡ്ജറ്റ് കൺസ്ട്രെയിൻ ആയിരിക്കാം, മേ ബി. അതായത് ഈ ഒരു സിനിമയിൽ 100 ദിവസം 110 ദിവസം എന്താണ് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നതെന്നാണ് പറഞ്ഞത്. അതിൽ 80 ഡേയ്സിൽ കൂടുതൽ അവർ ഫൈറ്റിനാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള വളരെ കുറച്ച് ദിവസങ്ങളിൽ വെച്ചിട്ടാണ് അവർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അവർ അതിന് അത്രയ്ക്ക് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അത്രയ്ക്ക് ബഡ്ജറ്റ് കൺസ്ട്രെയിൻ, അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ എംഫസിസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കാര്യം മെയിൻ എന്ന് പറയുന്നത് ഈ സിനിമയിലെന്ന് പറഞ്ഞാൽ ആക്ഷനും ബ്രുട്ടാലിറ്റിയാണ്. അപ്പൊ ഈ രണ്ടിൽ എംഫസിസ് ചെയ്തിട്ട് ബാക്കിയുള്ളത് പേരിന് മാത്രം ചെയ്താൽ പോരെ എന്നൊരു തോട്ട് വന്നിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ വന്നത്. പക്ഷെ ഇതിലുള്ള എല്ലാവരും ഗംഭീരമായിട്ട് അഭിനയിച്ച കുറെ ഇൻസ്റ്റൻസസും അത്ര രസമല്ലാതെ കൺവിൻസിങ് അല്ലാതെ അഭിനയിച്ച ഒരുപാട് സ്ഥലങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയുടെ ആ ഒരു ക്വാളിറ്റിക്ക് അത് ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ അകത്ത് കുറച്ച് കുട്ടികളൊക്കെ ഒരു കുഴപ്പമില്ലാതെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ഉണ്ണിമൂന്നന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സമയത്ത് കുറച്ച് ഉണ്ണിമൂന്നന്റെ ഒരു ക്യാരക്ടറിനെയൊക്കെ തള്ളി മറിക്കുന്ന പരിപാടിയാണ്. എല്ലാ ഒരു മാസ് കൈൻഡ് ഓഫ് സിനിമയിലൊക്കെ ഉള്ള ഡയലോഗും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെയൊക്കെ തന്നെ ഒരു റിയൽ ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നില്ല. ഒരു കുട്ടി പറയുന്ന രീതിയിലല്ല പറയുന്നത്. ആ ഒരു ഡയലോഗ് ആണെങ്കിലും ശരി, ഒരു കുട്ടിത്തം എന്ന് പറയുന്ന ഒരു കാര്യമൊന്നുമില്ല. ഒരു മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരാൾ പറയുന്ന ഡയലോഗ്സ് ആണ് ഒരു കൊച്ചു പറയുന്നത്. കൊച്ചു അത് പറയുമ്പോൾ നമുക്ക് എന്തോരം കൺവിൻസിങ് ആകും എന്നൊക്കെ ഉള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതുപോലുള്ള കുറെ കാര്യങ്ങളുണ്ട് ഈ ഒരു സിനിമയിൽ. പിന്നെ ഇതിന്റെ എടുത്ത് പറയേണ്ടത് ഇതിന്റെ ഫൈറ്റ്. ഓ മൈ ഗോഡ്, നെക്സ്റ്റ് ലെവൽ. ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ഉണ്ട്, അമേസിംഗ്ലി ഡൺ. ഒരു പട്ടിക്കൂട്ടിൽ അകപ്പെട്ടു പോകുന്ന മാർക്കോ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ഒരു ഇൻട്രൊഡക്ഷൻ ഒരു ഫൈറ്റ് ഉണ്ട്. ഗംഭീരം, ഗംഭീരം, അതിഗംഭീരം. അവിടെ തൊട്ട് ആ ഒരു ഫൈറ്റ്, ഏതൊരു ഫൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മ വെച്ചിട്ടാണെങ്കിൽ നാല് ഫൈറ്റ് എന്തോ ഉണ്ട്. ഒരു ഡോഗ് ആയിട്ടുള്ള ഒരു ഫൈറ്റ് ഉണ്ട്, പിന്നെ ഒരു കോറിഡോർ ഒരു ഫൈറ്റ് ഉണ്ട്, ഇന്റർവെൽ പഞ്ച് എന്ന് പറഞ്ഞുകൊണ്ട്, പിന്നെ ക്ലൈമാക്സ്, 4-5 ഫൈറ്റ് ആണുള്ളത്. അതിലെ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്ന കോറിഡോർ ഫൈറ്റ് തന്നെയായിരുന്നു. അമേസിംഗ്ലി ഡൺ. പക്ഷെ ഒരുപാട് പേര് എന്റെ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു 3 നില ബിൽഡിംഗിൽ എന്തോ കയറുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു ഫൈറ്റ് ആണ്. അത് സിംഗിൾ ഷോട്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സിംഗിൾ ഷോട്ട് ആണെന്ന് തോന്നുന്നില്ല. അത് ഫേക്ക് കട്ട്സ് ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. മിനിമം അതൊരു 3-4 ഫേക്ക് കട്ട്സ് എന്തായാലും യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വിഷ്വലി നമുക്ക് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ മേ ബി നമ്മൾ അത്ര ശ്രദ്ധിക്കണം എന്നില്ല. പക്ഷെ അത് ക്ലിയർ ആയിട്ട് അവരത് കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു ഫേക്ക് കട്ട്സ് ഒട്ടും ഒബ്വിയസ് അല്ലാത്ത രീതിയിൽ തന്നെ അവർക്കത് കവറപ്പ് ചെയ്തിട്ട് അവർക്കത് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള ഗംഭീരം ഒരു സംഭവമാണ്. നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കൊടുത്തേ പറ്റൂ. സിനിമാറ്റോഗ്രഫി വാസ് അമേസിംഗ്. അപ്പം ഏതൊരു ഫൈറ്റ് സീക്വൻസ് നോക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് വാസ് അമേസിംഗ്. കോറിഡോർ സീൻ എസ്പെഷ്യലി ഒരിക്കലും കണ്ടു മടുക്കാത്ത രീതിയിലാണ് അവർ എടുത്തു വെച്ചേക്കുന്നത്. കംപ്ലീറ്റ്ലി അമേസിംഗ്, ഓൺ ദ നെക്സ്റ്റ് ലെവൽ എന്നൊക്കെ തന്നെ പറയാം. അത്രയും ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട് ആ ഒരു കോറിഡോർ ഫൈറ്റ്. അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഇൻട്രൊഡക്ഷൻ ഫൈറ്റ് ആണെങ്കിലും ക്ലൈമാക്സ് ഫൈറ്റ് വാസ് ഗുഡ്. അത്രയും ഗംഭീരം എന്ന് ഞാൻ പറയില്ല. കാര്യം കോറിഡോർ ഫൈറ്റും സ്റ്റാർട്ടിങ്ങിലെ ആ ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു ഇൻട്രോ ഒക്കെ ഗംഭീരമായിരുന്നു. അവിടെയും ചെറിയ ഇപ്പൊ പറഞ്ഞ മാതിരിയുള്ള കുറച്ച് ഡയലോഗ്സ്, വേറെ ചെറിയ സാധനങ്ങൾ, ചെറിയ ഒരു പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ആ ഒരു ഫൈറ്റ് എന്ന് പറയുന്ന സാധനം, ബ്രൂട്ടാലിറ്റി ഒക്കെ നോക്കുന്നത് ഇറ്റ്സ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. അതിൽ ഒരു ഡൗട്ടും ഇല്ല. ഇങ്ങനെയുള്ള സിനിമകളിൽ ലോജിക് എന്ന് പറയുന്ന കാര്യം നോക്കാൻ പാടില്ല എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ എനിക്കെന്തോ ഓരോ ക്യാരക്ടേഴ്സിന്റെ ലോജിക് എന്തിനെങ്ങനെ പെരുമാറുന്നു എന്നൊക്കെ ഉള്ള ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ നെഗറ്റീവ് ചെറിയ കാര്യങ്ങൾ പറയുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും ഇത് വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നണമെന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി ഇതൊക്കെ ഭയങ്കര ഇഷ്യൂ ആണ്. ക്ലൈമാക്സിലോട്ട് എത്തുമ്പോൾ തന്നെ ഓരോ ക്യാരക്ടേഴ്സ് ബിഹേവ് ചെയ്യുന്ന രീതി, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ മാതിരി ഞാൻ മിക്കവാറും ചെയ്യും. അതിൻ്റെ അകത്ത് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നതായിരിക്കും. അപ്പോൾ ഓരോ ക്യാരക്ടേഴ്സ് മനഃപൂർവ്വം ബുദ്ധിമുട്ടിലേക്ക് ഇറങ്ങി ചെല്ലുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതായത് മനഃപൂർവ്വം ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് അവർ തന്നെത്താൻ ഇറങ്ങി ചെല്ലുന്ന രീതിയിലൊക്കെ ഇതിൻ്റെ അകത്ത് കുറേ സീൻസ് ഉണ്ട്. കുറേ കാര്യങ്ങൾ അതുപോലെ ബിഹേവ് ചെയ്യുന്നതൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ബിലീവബിൾ ഒരു രീതിയിൽ വരില്ല ഈ ഒരു സിനിമ എന്നുള്ള രീതിയിൽ. ഈ ഒരു ക്യാരക്ടർ ഇപ്പൊ പറഞ്ഞ പോലെ ചെറിയ കാര്യങ്ങൾ, ഈ ഒരു ക്യാരക്ടേഴ്സിന്റെ ബിഹേവിയർ, അവർ എന്തുകൊണ്ട് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നു, ദ ലോജിക് ബിഹൈൻഡ് ഇറ്റ് എന്നൊക്കെ പറയുന്ന സാധനം
കുറച്ചും കൂടി ഒരു കോൺസെൻട്രേഷൻ ഒരു കൊടുത്തിട്ട് കുറച്ചും കൂടി അതിൽ എഫേർട്ട് ഇട്ടിരുന്നെങ്കിൽ മേ ബി ഒരു ഗംഭീര സിനിമ എന്ന് പറയാൻ പറ്റുന്ന ഒരു റേഞ്ചിലോട്ട് ചിലപ്പോൾ ഈ സിനിമ വന്നേനെ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സിനിമയിലെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അമേസിംഗ്ലി ഇടാൻ ചിലയിടത്ത് ഇറ്റ് വാസ് ലൈക്ക് ഓക്കെ ഫീൽ മാത്രമേ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചിലയിടത്തൊക്കെ ഭയങ്കര ഓവർ പവറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. ഓരോ 10-15 സെക്കൻഡ് കഴിയുമ്പോഴും BGMs ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പവറിൽ അവരത് പമ്പ് ചെയ്യുന്ന മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് കുറച്ച് കൂടുതലായിട്ട് ചിലയിടത്തൊക്കെ ആവശ്യത്തിന് ചിലയിടത്ത് കുറച്ച് കൂടുതലായിട്ട് അവർ പുഷ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു BGMs കാര്യങ്ങളൊക്കെ. മ്യൂസിക് ചെയ്തേക്കുന്ന രവി ബാസുവാണ് ചെയ്തേക്കുന്നത് ഇതിന്റെ BGMs ഒക്കെ. ഇറ്റ് വാസ് ഗുഡ്. അതുപോലെ തന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫി വാസ് ഓൺ ദ നെക്സ്റ്റ് ലെവൽ. എസ്പെഷ്യലി ഫൈറ്റ് സീക്വൻസസിലൊക്കെ തന്നെ ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. അല്ലാതെ ഓവർ നോക്കുന്നെങ്കിൽ തന്നെ ഒരു ഗംഭീര വർക്കാണ്, അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ല. അതുപോലെ തന്നെ കളറിംഗ് ഒക്കെ തന്നെ കുറച്ചൊരു ഡാർക്ക് ഒരു ഷെയ്ഡിലാണ് കൊടുത്തേക്കുന്നത്. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്. ചന്ദ്രു സെൽവരാജാണ് ഇതിന്റെ കോറിയോഗ്രഫി ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ ആക്ഷൻ കോറിയോഗ്രഫി ചെയ്തേക്കുന്നത് കലെ കിങ്സൺ ആണ്. അതുപോലെ എഡിറ്റിംഗ് വാസ് ഓൾസോ ഗുഡ്. അത് ചെയ്തത് ഷമീർ മുഹമ്മദ്. ഈ സിനിമയിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ലാഗ് ഇല്ലായിരുന്നു എന്നുള്ളതാണ്. സിനിമ തുടങ്ങിയത് തൊട്ട് തീരുന്നത് വരെ ഒരു സെക്കൻഡ് പോലും നമുക്ക് കൂടുതലൊന്നും ആലോചിക്കാനോ ലാഗ് അടിക്കുന്ന ഒരു സീൻ പോലും ഇല്ല. ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഓരോ ഇവന്റ്സും പ്രോപ്പർ ആയിട്ട് നടക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഭയങ്കര ഒരു പോസിറ്റീവ് തന്നെയാണ്. ഇതിൽ കുറച്ച് സ്റ്റൈലിഷ് ആക്കാൻ വേണ്ടിയിട്ട്, കുറച്ച് ആറ്റിറ്റ്യൂഡ് സ്വാഗ് കാണിക്കാൻ വേണ്ടി കുറച്ചധികം സീൻസ് അവർ ചെയ്തിട്ടുണ്ട്. സിഗാർ കത്തിക്കുന്നത്, വണ്ടികളുടെ ഒരു വലിയൊരു മേളം, ഒരു ഷോ പരിപാടിയൊക്കെ തന്നെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വളരെ രസമായിട്ട് എന്റർടൈനിങ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ചിലയിടത്ത് കുറച്ച് ഓവറായിട്ടൊന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും ഇറ്റ് വാസ് റിയലി ഗുഡ്. ഫൈറ്റ്സ് ഒക്കെ തന്നെ ഒരു നല്ല റിയലിസ്റ്റിക് രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. സൂപ്പർ റിയലിസ്റ്റിക് എന്ന് പറയില്ല, എന്നാലും റിയലിസ്റ്റിക്കും കുറച്ച് മാസൊക്കെ ഇടുന്ന രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യമില്ല. ഇറ്റ് വാസ് വെരി ഗുഡ്. ഇതിൽ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ഹൈ പോയിന്റ് എന്ന് എനിക്ക് തോന്നുന്ന ക്ലൈമാക്സിലോട്ട് അടുത്ത് വരുമ്പം ഉള്ള കുറച്ച് സീക്വൻസസും ബാക്കി കാര്യങ്ങളാണ്. കബീർ ധോൺ സിംഗ് ലാസ്റ്റ് ഒരു 30 മിനിറ്റ്സിലാണ് വരുന്നത്. അവിടെ വന്നിട്ട് പുള്ളിക്കാരന്റെ ഒരു ആറ്റിറ്റ്യൂഡും ആ ഒരു ക്യാരക്ടർ അവർ അങ്ങനെ അത്രയും വന്നിട്ട് ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് കുറച്ചധികം നേരം ഉള്ളതുകൊണ്ട് തന്നെ ഒരു സമയത്ത് ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, അടുത്തൊരു സിറ്റുവേഷനിൽ വേറെ രീതിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ ഈ ക്യാരക്ടർ അല്ലല്ലോ, ഇതിൽ എന്താ ഭയങ്കര ഷിഫ്റ്റ് നമുക്ക് തോന്നും. കബീറിന്റെ ഒരു ക്യാരക്ടർ, അതായത് സൈറസ് എന്ന് പറയുന്നതാണ് ഒരു ക്യാരക്ടറിന്റെ പേര്. അപ്പൊ സൈറസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വളരെ കുറച്ച് സമയമുണ്ട്. അവസാനത്തെ ഒരു 30 മിനിറ്റ്സ് ആണ് ഉള്ളത് ആ ഒരു ക്യാരക്ടർ വരുന്നത്. പക്ഷെ ആ ഒരു 30 മിനിറ്റ്സിൽ തന്നെ ആ ഒരു ക്യാരക്ടറിന് ഒരുപാട് ഡിഫറൻസ് കാണിക്കാനുള്ള ഇമോഷൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെയുള്ള ഒരുപാട് സിനാരിയോസ് ഒന്നുമില്ല. വരുന്നു, കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, ടക്ക് 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 ടക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു സൈറസ് എന്ന് പറയുന്ന ക്യാരക്ടർ ഭയങ്കര കൺവിൻസിങ് ആയിരുന്നു. ആ ഒരു ക്യാരക്ടർ എന്താണ് എന്നുള്ള അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനിന്റെ അകത്ത് തന്നെ നമുക്ക് മനസ്സിലായി എന്താണ് ആ ഒരു ക്യാരക്ടർ എന്നുള്ള. അത് കംപ്ലീറ്റ്ലി ജസ്റ്റിഫൈ ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോയി എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ അകത്തുള്ള ഓരോ ആക്ടേഴ്സിനും ഗംഭീരമായിട്ട് അഭിനയിച്ചത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലയിടത്ത് നന്നായിട്ട് അഭിനയിക്കാൻ അറിഞ്ഞിടാത്തതുകൊണ്ടല്ല, വേറെ ചില കാരണങ്ങൾ ലൈക്ക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ ക്രിഞ്ചോ അല്ലെങ്കിൽ ടൈമിന്റെ എന്തെങ്കിലും കൺസ്ട്രെയിനോ ഒക്കെ കാരണമായിരിക്കും അവർ അത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റാതിരുന്നത്. കബീറിന്റെ ഈ ഒരു ക്യാരക്ടറിന് വളരെ കുറച്ച് ടൈം ആയിട്ട് തന്നെ ഒരുപാട് ഇമോട്ട് ചെയ്യാനായിട്ട് കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണോ കാണിക്കേണ്ടത്, എന്ത് ഇമോഷൻ ആണോ സ്ക്രീനിൽ കൊണ്ടുവരേണ്ടത്, അത് പെർഫെക്റ്റ് ആയിട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ, ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്ക്രീനിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഏത് ലെവൽ ആണ്, എത്രയ്ക്ക് ഡേഞ്ചറസ് ആണ് പുള്ളിക്കാരൻ എന്നുള്ളത് ഭയങ്കര വ്യക്തമായിരുന്നു. ഉണ്ണിമൂന്തന് പറ്റിയ ഒരു വില്ലൻ, അല്ലെങ്കിൽ ഉണ്ണിമൂന്തന് വിജയിക്കാൻ പറ്റാത്ത ഒരു കൈൻഡ് ഓഫ് വില്ലൻ എന്നൊരു ഫീൽ ആ ഒരു ക്യാരക്ടറിന്, സൈറസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കബീറിന് കൊടുക്കാൻ പറ്റി. അതുകൊണ്ട് തന്നെയാണ് ആ സിനിമ അത്രയും നന്നായിട്ട് വിജയിച്ചത്. അതിന്റെ ക്ലൈമാക്സ് എത്തുമ്പോഴുള്ള ഒരു പോർഷൻ ആണെങ്കിലും ശരി, അത് മേ ബി വേറെ ആര് ചെയ്തിരുന്നെങ്കിലും ഇത്രയും നന്നായി വരുമോ എന്ന് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ തോന്നും. കാര്യം അത്ര ഗംഭീരമായിട്ട് പുള്ളിക്കാരൻ അവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ ഒരു സൈറസ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഓവറോൾ നോക്കുന്നുണ്ടെങ്കിൽ ഒരു സിമ്പിൾ കഥ, ഒരു സിമ്പിൾ ത്രെഡ്, പക്ഷെ അതിന് ഒരുപാട് വേരിയേഷൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു ഗംഭീര സിനിമ എന്നൊരു റേഞ്ചിൽ വരാനായിട്ടുള്ള കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഒരു സിനിമ. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ചെറിയ ചെറിയ എലമെന്റ്സ്, ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന മാതിരി തോന്നാത്ത പോലെ ചെറിയ ചെറിയ കാരണങ്ങളാൽ ഒരു ഗംഭീര പടം എന്ന് എനിക്ക് പറയാൻ പറ്റാതെ ഒരു ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റുന്ന, ഷുവറായിട്ട് ഒരു ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ വന്നു നിൽക്കുന്നത്. ഇതിന്റെ ആക്ഷൻസ് ആണെങ്കിലും ബ്രൂട്ടാലിറ്റി ഒക്കെ തന്നെ നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ്. ബ്രൂട്ടാലിറ്റി ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷെ അതിന്റെ ആക്ഷൻസ് വാസ് റിയലി ഗുഡ്. ഗംഭീര ഒരു ഇന്റർനാഷണൽ ലെവലിൽ വന്ന ഒരു സിനിമ എന്ന് തന്നെ പറയണം. മലയാളത്തിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ മേ ബി മിക്കവരും കണ്ടിട്ടില്ലാത്ത അമ്മാതിരി ഗംഭീരമായിട്ടുള്ള ഫൈറ്റ് സീക്വൻസസും ആക്ഷനും. ഇറ്റ് വാസ് അമേസിംഗ്. ഐ ജസ്റ്റ് ലവ്ഡ് ഇറ്റ്. പക്ഷെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ എടുത്തു പറയുന്നതുകൊണ്ടാണ് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ആണെങ്കിലും ആ ഒരു ഫാക്ടേഴ്സ് കൊടുക്കുന്ന ഒരു കംപ്ലീഷൻ ഉണ്ട് ഈ ഒരു സിനിമയ്ക്ക് എന്താണ് എന്നുള്ള ബിലീവബിൾ. ദിലീഷ് പോത്തൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മഹേഷിന്റെ പ്രതികാരം എന്ന് പറയുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടി ഷൂട്ട് ചെയ്തപ്പോഴത്തേനും അതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ കുളിച്ചിട്ട് കയറി വരുന്നത്, മഹേഷ് നമ്മുടെ പുഴയിൽ നിന്ന് എന്തോ കുളിച്ചിട്ട് കയറി വരുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതിലൊരു ലൂണ ചെരുപ്പ് എന്തോ ഉണ്ട്, കുടംപുളിയുണ്ട്, പിന്നെ വേറെ എന്തോ കല്ലോ ചെരുപ്പോ എന്തോ വേറെ എന്തോ സാധനം എന്തോ ഉണ്ടായിരുന്നു. അതൊരു പ്രാവശ്യം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് പുള്ളിക്കാരൻ ആലോചിക്കുന്നത് അവിടെ എന്തോ മിസ്സിങ്,
പിന്നെയാണ് പുള്ളിക്കാരൻ ഓർക്കുന്നത് ഒരു ജെട്ടി, അതായത് എന്താ പറയാ, കഴുകി കഴിഞ്ഞിട്ട് ചുരുട്ടി വെച്ചേക്കുന്ന ഒരു ജെട്ടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി കൺവിൻസിങ് ആയിരിക്കും ആ ഒരു ക്യാരക്ടറിന് എന്നൊരു തോട്ട് വന്നിട്ട് പിന്നെ അത് റീഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്ന ഒരു സീൻ. അപ്പം ആ ഒരു സീൻ, ആ ഒരു യൂസ് ചെയ്ത് എന്താ പറയാ, കഴുകി വെച്ചേക്കുന്ന ഒരു ജെട്ടി വരുമ്പോഴത്തേനും ആ ഒരു സീൻ കുറച്ചും കൂടി കൺവിൻസിങ് ആകുകയാണ്. അപ്പൊ അതുപോലുള്ള അഭിനയത്തിലാണെങ്കിലും ചെറിയ ചെറിയ മാനറിസംസ് ആണെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങൾ അത്രയും വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അത്രയ്ക്ക് ഞാൻ അറിയാതെ, മനഃപൂർവ്വം അറിയാതെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഇതൊന്നും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന വരില്ല, നിങ്ങൾ കുറച്ചും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഫോർ മീ ഇറ്റ് വാസ് എ വെരി ഗുഡ് മൂവി എന്ന് പറയാൻ പറ്റില്ല, ബട്ട് ഇറ്റ് വാസ് എ ഗുഡ് മൂവി ഫോർ ഷുവർ. അപ്പൊ നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടോ, നിങ്ങൾ സിനിമ 10-ന് എത്ര റേറ്റിംഗ് കൊടുക്കും എന്നും കൂടി താഴെ കമന്റ് ചെയ്യുക. അപ്പൊ സിനിമ മിക്കവരും കണ്ടിട്ടുണ്ടാവണം. അപ്പൊ കണ്ടിട്ടുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം നോക്കാം. ഇനിയിപ്പോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ അഭിപ്രായം വായിച്ചു നോക്കിയിട്ട് കാണണോ കണ്ടെന്ന് തീരുമാനിക്കും, ഒരു ഹെൽപ്ഫുൾ കാര്യമായിരിക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ള വെച്ചാൽ റിയാസ് ഖാന്റെ അഭിനയം, ഓ മൈ ഗോഡ്, ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ റിയാസ് ഖാൻ ഈ ഒരു സിനിമയിൽ കാണിച്ചിട്ടില്ല. അതായത് മാർക്കോയിൽ ഇപ്പൊ OTT വന്നപ്പോഴത്തേനും റിയാസ് ഖാന്റെ പോർഷൻസ് ഉണ്ടാവും. അതായത് തിയേറ്ററിൽ റിയാസ് ഖാന്റെ പോർഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ ആദ്യം പറഞ്ഞിരുന്നത് എന്തോ അത്രയ്ക്ക് ബ്രൂട്ടൽ ആയതുകൊണ്ടാണ് കാണിക്കാത്ത റിയാസ് ഖാന്റെ സീൻസ് എന്നൊക്കെയുള്ളതാണ് ആദ്യം വന്നിരുന്നത്. പിന്നെ അതിന്റെ പ്രൊഡ്യൂസർ തന്നെ വന്നിട്ട് പറഞ്ഞു അതുകൊണ്ടൊന്നും അല്ല, സിനിമയുടെ ഡ്യൂറേഷന്റെ ഒക്കെ കുറച്ച് കാരണങ്ങളാലാണ് അത് റിയാസ് ഖാന്റെ പോർഷൻസ് മാറ്റിയത്. പക്ഷെ OTT വരുമ്പോഴത്തേനും ഉറപ്പായിട്ടും റിയാസ് ഖാന്റെ പോർഷൻസ് ഉണ്ടായിരിക്കും, എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യാം എന്നൊക്കെ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സങ്കടകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ റിയാസ് ഖാന്റെ ഒരു പോർഷനും OTT ഇല്ല എന്നുള്ളത്. അതായത് സോണി ലിവിലാണ് ഇപ്പം OTT വന്നിട്ടുള്ളത്, അതിൻ്റെ അകത്ത് റിയാസ് ഖാന്റെ പോർഷൻസ് ഒന്നുമില്ല. അപ്പൊ അത് പ്രതീക്ഷിച്ച് ഒന്നും കൂടി മാർക്കോ കണ്ടേക്കാം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർക്കുള്ള ന്യൂസാണ്, റിയാസ് ഖാനെ നിങ്ങൾക്ക് കാണാൻ കിട്ടില്ല. അപ്പോ ഇനി എന്തെങ്കിലും ഡിലീറ്റഡ് സീൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് യൂട്യൂബിലോ മറ്റോ വരുമ്പോൾ നമുക്ക് കണ്ട് അത് എൻജോയ് ചെയ്യാം എന്നതിന്റെ അപ്പുറം ഒന്നുമില്ല. അതുപോലെ തന്നെ സോണി ലിവിന്റെ അകത്ത് മലയാളം ഉണ്ട്, ഓഡിയോ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡയാണുള്ള, ഹിന്ദി അവൈലബിൾ അല്ല. മേ ബി ഹിന്ദി വേറെ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിനായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഇതിന്റെ അകത്ത് സോണി ലിവിന്റെ അകത്ത് ഇല്ലാത്ത. ആ ഒരു OTT വരുമ്പോൾ എന്തായാലും കണ്ട് എൻജോയ് ചെയ്യും. ഇതിന്റെ ഡബിങ് ചിലയിടത്തൊക്കെ അത്രയ്ക്ക് ഒരു ഉണ്ണിമുൻ തന്നെ എന്നെ ചെറിയൊരു സാധനം അങ്ങോട്ട് ചില ഡയലോഗും കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് രസമായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പേഴ്സണൽ ഒപ്പീനിയൻ. ചിലടത്ത് ഓക്കെ ഫീൽ, ചിലടത്ത് ഗംഭീരമായിട്ടും വന്നിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അൻടിൽ ദെൻ ബൈ.